നമസ്കാരം. ഈ ജോബിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം 3230 ഒഴിവുകൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10ാം ക്ലാസ് മുതൽ യോഗ്യതയിലെ ആളുകൾ കണ്ടതിൽ കുറച്ച് മെഡിക്കൽ ടേംസും ഉണ്ട്, മെഡിക്കൽ വേക്കൻസികളും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. ഡ്രൈവർ വേക്കൻസി ഉണ്ട്, LDC ഉണ്ട്, പിന്നെ UDC ഉണ്ട്, അങ്ങനത്തെയൊക്കെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വിശദവിവരങ്ങൾ കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ദിവസവുമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ്. നമ്മുടെ ഈ വേക്കൻസി നമ്മൾ ഈ ഒരു ടെസ്റ്റ് നടക്കുന്നത് CRE കോമൺ റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ എന്നുള്ളൊരു ടെസ്റ്റാണ്. അതിൽ തന്നെ കേരളത്തിലെ വിവിധ ESI സെൻറ്ററുകളിലേക്ക് വേക്കൻസി ഉണ്ട്. കേരളത്തിൽ 57 ഒഴിവുകളുണ്ട്. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട വേക്കൻസികൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അപ്പർ ഡിവിഷൻ ക്ലർക്ക് ഉണ്ട്, അതുപോലെ OT അസിസ്റ്റൻ്റ് ഉണ്ട്, അതുപോലെ ജൂനിയർ മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജിസ്റ്റ് ഉണ്ട്, ജൂനിയർ റേഡിയോഗ്രാഫർ ഉണ്ട്, സ്റ്റെനോഗ്രാഫർ ഉണ്ട്, ECG ടെക്നീഷ്യൻ ഉണ്ട്, അതുപോലെ റെസ്പിറേറ്ററി ലാബോറട്ടറി അസിസ്റ്റൻ്റ് എന്നുള്ള വേക്കൻസി ഉണ്ട്, ഡ്രൈവർ ഉണ്ട്. ഇത്തരം വേക്കൻസികളാണ് കേരളത്തിൽ 57 വേക്കൻസികളിൽ വരുന്നത്. പിന്നൊക്കെ നമുക്ക് കേരളത്തിന് പുറത്തുള്ള, അതായത് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ കീഴിലുള്ള വിവിധ സെൻറ്ററുകളിലേക്കാണ് നിയമനം നടക്കുക. അതായത് ഇത് പിന്നെ എയിംസ്, ബത്ത് ഇന്ത്യ, ഭോപ്പാൽ, ബിലാസ്പൂർ, ഇങ്ങനെ ഒരുപാട് സെൻറ്ററുകളുണ്ട്. ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാമായി 19 സെൻറ്ററുകളിലേക്കുള്ള നിയമനമാണ് നടക്കുന്നത്. ഞാൻ എല്ലാ ഒഴിവുകളൊന്നും ഇതിൽ വായിക്കുന്നുണ്ട്. ഇതിൽ പിന്നെ വയസ്സളവ് പറയുന്നുണ്ട്. SC STക്ക് 5 വർഷവും OBCക്ക് 3 വർഷമൊക്കെ വയസ്സളവ് ലഭിക്കുന്നുണ്ട്. PWDക്ക് 10 വർഷമൊക്കെ ഉണ്ട്. 18 to 27 വയസ്സാണ് പിന്നെ വയസ്സളവ് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേക്കൻസികൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണം, മൊത്തം വായിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഇതിലേക്ക് അപേക്ഷ ഫീസ് ഉണ്ട് കേട്ടോ. താല്പര്യമുള്ളവർ മാത്രം അപേക്ഷിച്ചു. ജനറൽ OBCക്ക് 3000 രൂപയും SC STക്ക് 2400 രൂപയാണ് ഇതിലേക്ക് അപേക്ഷ ഫീസ് വരുന്നത്. അതുപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാകുക. എക്സാം ഓഗസ്റ്റ് 16, 17 മുതലൊക്കെയാണ് ടെസ്റ്റ് ഉണ്ടായിരിക്കുക. ഇൻട്രസ്റ്റഡ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി വരുന്ന പിന്നെ സിലബസുകളാണ്. അതായത് ഓരോ എക്സാമിനും ഓരോ സിലബസാണ്. സിലബസൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ ലാബ് അറ്റൻഡർക്കൊക്കെ മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജീൻ്റെ പിന്നെ സിലബസ് ഉണ്ടായിരിക്കും. ഇംഗ്ലീഷും ഹിന്ദിയിലും പരീക്ഷ അടക്കും. അങ്ങനെ ഓരോ കാര്യങ്ങൾ സെപ്പറേറ്റ് ഉണ്ട്. വൊക്കേഷൻ കൗൺസിൽ, ലൈബ്രറി അസിസ്റ്റൻറ്റ്, ഒരുപാട് വേക്കൻസികൾ ഇതിലുണ്ട്. പിന്നെ വരുന്നത് കോഡിംഗ് ആൻഡ് ക്ലർക്ക്, അതുപോലെ പിന്നെ വരുന്നത് ബയോമെഡിക്കൽ എഞ്ചിനീയർ, അങ്ങനെ 53 വേക്കൻസികളുണ്ട്. 53 ഐറ്റം ജോബ് വേക്കൻസികളാണ് റിപ്പോർട്ടിൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു PDF വാങ്ങി നോക്കി പ്ലംബറൊക്കെ വേക്കൻസികളുണ്ട്, നോക്കി മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ചോദിച്ചിട്ട് ഈ ഒരു PDF വാങ്ങിയിട്ട് നിങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഓൺലൈനായിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഈ വരുന്ന 31 വരെ നിങ്ങൾക്കിതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലോ കാര്യങ്ങളോ അല്ലെങ്കിൽ PDF ജസ്റ്റ് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുക. 53 പോസ്റ്റുകളുണ്ട്. ജൂനിയർ ഫിസിസിസ്റ്റ്, അസിസ്റ്റൻറ്റ് ബയോകെമിസ്റ്റ്, ഫാർമസിസ്റ്റ്, പിന്നെ ലാബോറട്ടറി അസിസ്റ്റൻറ്റ്, ECG ടെക്നീഷ്യൻ, പ്ലംബർ, മെക്കാനിക്ക്, അതുപോലെ സയൻറ്റിഫിക് ഓഫീസർ, ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ, കമ്പ്യൂട്ടർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ബയോമെഡിക്കൽ എഞ്ചിനീയർ, അങ്ങനെ ഒരുപാട് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം 3230 ഒഴിവുകളുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ജോബ് നോട്ടിഫിക്കേഷനായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.